വെൽക്കം ടു ABC സ്പോർട്സ്. നാളുകളായി കളിക്കുന്ന ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് ഒട്ടുമിക്കവരും അനുഭവിച്ചിട്ടുള്ള ഒന്നാവും റാക്കറ്റിൽ വരുന്ന ക്രാക്കുകൾ, അതായത് ഫ്രെയിമിൻ്റെ ഹെഡിൽ വീഴുന്ന പൊട്ടലുകൾ. പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലെ റാക്കറ്റുകൾ ഡാമേജ് ആകാറുള്ളത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ മുൻപ് ചെയ്തതിൽ ഇതിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ബാറ്റ് കൂട്ടിമുട്ടുകയോ നിലത്തൊരയോ ചെയ്യാതെ ഷട്ടിൽ ഫ്രെയിമിൽ കൊള്ളുമ്പോൾ റാക്കറ്റുകൾ ഒടിയോ വരാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്ന് ഒത്തിരി പ്ലേയേഴ്സ് ഇതിനകത്തുണ്ടാവും. പലരും അത് റാക്കറ്റിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ക്രാക്കുകൾ മിക്കതും തന്നെ ഒരേ രീതിയിലും ഒരേ ഷേപ്പിലും ആയിരിക്കും. ഹെഡിൻ്റെ 10 o'clock ഭാഗത്ത് ഉള്ളിൽ നിന്നുമായിരിക്കും ആ ക്രാക്ക് വരുന്നത്. ഇങ്ങനെ വരുന്ന ഡാമേജുകളുടെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് റാക്കറ്റ് തെറ്റായ രീതിയിൽ സ്ട്രിങ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോഴും നമുക്ക് ചുറ്റുമുള്ള പല പല സ്ഥലങ്ങളിൽ റാക്കറ്റ് എളുപ്പത്തിന് വേണ്ടി സ്ട്രിങ് ചെയ്യുന്നത് സൈഡിൽ നിന്നും തുടങ്ങുക എന്നുള്ളതാണ്. അത് ഡബിൾ ലൈൻ വലിച്ച് എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുന്നവരും സിംഗിൾ ലൈൻ വലിച്ച് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം റാക്കറ്റിന് ഡാമേജ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഒരു സ്ട്രോങ് ഹെഡ് ഹെവി റാക്കറ്റാണെങ്കിൽ 24 to 26 LBS വരെ ഇങ്ങനെയുള്ള തെറ്റായ സ്ട്രിങ്ങിങ് ശൈലി വലിയ ഡാമേജുകൾ വരില്ല എങ്കിലും റിസ്ക് ഫാക്ടർ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു ഡെമോ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. റാക്കറ്റിൻ്റെ ഷേപ്പ് സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ മാറുന്നതും സെൻറ്റർ കഴിഞ്ഞ് എൻഡ് സ്ട്രിങ് ആയാലും ഹെഡിൻ്റെ ഷേപ്പ് പഴയ പോലെ ആവാത്തതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇങ്ങനെയുള്ള ഈ ഫോർമാറ്റിൽ സ്ട്രിങ് ചെയ്ത് ഷേപ്പ് നഷ്ടപ്പെട്ട റാക്കറ്റുകളുടെ ഫ്രെയിമിൽ ഷട്ടിലോ അങ്ങനെയുള്ള മറ്റുള്ള എന്തെങ്കിലും ഐറ്റംസ് ചെറിയ രീതിയിൽ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഫ്രെയിമിൽ സ്ട്രിങ്ങിലല്ല ഫ്രെയിമിൽ ചെറിയ രീതിയിൽ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രെയിമിന് ക്രാക്കുകൾ വരാറുണ്ട്. അതും നമ്മൾ വീഡിയോയിൽ നേരത്തെ കണ്ടതുപോലെ ആ ക്രാക്ക് കൃത്യമായ 10 o'clock സൈസിൽ മാത്രമായിരിക്കും വരുന്നത്, ഉള്ളിൽ നിന്നായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ സ്ട്രിങ് ചെയ്യാൻ കൊടുക്കുമ്പോഴും റാക്കറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് മാത്രം സ്ട്രിങ് ചെയ്യിപ്പിക്കുക. അധികം സമയം കളയാതെ സെൻറ്ററിൽ നിന്നും സ്ട്രിങ് ചെയ്യുന്ന പല ഫോർമാറ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുമുണ്ട്. വീഡിയോ ഒരു അവയർനെസ് വീഡിയോ ആയി മാത്രം കണ്ടാൽ മതി. സ്ട്രിങ്ങിങ്ങിൽ കൂടുതൽ എന്തെങ്കിലും സംശയമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ABC സ്പോർട്സിലൂടെ. താങ്ക് യു ഓൾ.